നമ്മൾ EV വണ്ടി എടുത്തിട്ട് ഫസ്റ്റത്തെ ദിവസം ഓർമ്മയുണ്ട്. അതായത് ഫസ്റ്റ് ദിവസം ഞാൻ പഞ്ചെടുത്തിട്ട് പോയിട്ട് അന്ന് തന്നെ ആ വണ്ടി വിറ്റാലോ എന്നൊക്കെ ആലോചിച്ചത്. അതെന്താ കാരണം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ EV വണ്ടി എടുക്കുന്നതിൻ്റെ മുന്നേ എനിക്ക് അറിയണ്ടായിരുന്നില്ല ഈ വണ്ടി എങ്ങനെയാണ് നമ്മൾ പുറത്തുനിന്ന് ചാർജ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഒരു അറിവുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളിതേപോലെ ഒരു വണ്ടി എടുക്കണം തോന്നി, പെട്രോൾ വേണ്ട, അപ്പോൾ EV ആക്കണം തോന്നിയിട്ട് നമ്മൾ EV എടുത്തു. ആ ഒരു സമയത്ത് ഫസ്റ്റ് ദിവസം 2 ദിവസമൊക്കെ വീട്ടിൽ നിന്നാണ് ചാർജ് ചെയ്തത്. വീട്ടിലാകുമ്പോൾ സിമ്പിളാണ്, നമ്മൾ നേരെ കണക്ഷൻ കൊടുത്ത് സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ ചാർജ് ആവും. പക്ഷേ പുറത്ത് പോയിട്ട് ചാർജ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടത്. അപ്പോഴാണ് അറിയണത് ഇതിന് ഒരുപാട് ആപ്പുകളുണ്ട്. അതായത് ഓരോ മിഷനും ഓരോ കമ്പനിയുടെ ആയിരിക്കും. അപ്പോൾ അതിലൊക്കെ നമ്മൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ പൈസ കയറ്റിയിട്ട് വേണം നമുക്ക് ചാർജ് ചെയ്യാൻ. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് അല്ലേ, ഇപ്പോൾ എത്ര സിമ്പിളായിന്ന് അറിയോ. ഇപ്പോൾ ഈ വണ്ടി ചാർജ് ചെയ്യാനായിട്ട് ഇത് ആപ്പ്ലെസ് ആണ്. അതായത് ഇപ്പോൾ എല്ലാവരും ഫോണിലും ഗൂഗിൾ പേ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിന്ന് ഈ കണക്ടർ എടുത്തിട്ട് ഇതിലേക്ക് കുത്തുക. ഈ മുകളിൽ കാണുന്ന ഈ ഒരു സ്കാനർ ഉണ്ടല്ലോ, ഗൂഗിൾ പേയിൽ നമ്മൾ സാധാരണ കടയിലൊക്കെ പോകണമെങ്കിൽ സ്കാൻ ചെയ്യുക, അതിൽ പൈസ ഇടുക. അപ്പോൾ നമുക്ക് 1000 500 എത്ര വേണമെങ്കിലും ഇടാം. അത് ഇപ്പോൾ ഇൻ കേസ് കറണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കട്ടാവും, ബാക്കി എമൗണ്ട് നമ്മളെ അക്കൗണ്ടിലേക്ക് അങ്ങനെ തന്നെ കയറും. അപ്പോൾ വളരെ ഈസി എന്ന് പറഞ്ഞപ്പോൾ ലാസ്റ്റ് കാണുന്ന അത് സിയോണിൻ്റെയാണ്. അതിന് നമ്മൾ ആപ്പിൽ പൈസ കയറ്റിയിട്ട് തന്നെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു 4 മെഷീൻ ഇവിടെ ഉള്ളത് ആപ്പ്ലെസ് ആണ്. അതായത് UPI വഴി നമുക്ക് സുഖമായിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് ആൾക്കാർക്കൊരു സംശയമുണ്ട്, ഇത് EV എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ചോദിക്കലുണ്ട്, ഇത് നിങ്ങൾക്ക് ചാർജിങ് സ്റ്റേഷനോ കിട്ടുമോ, എവിടുന്ന് ചാർജ് ചെയ്യുക, എങ്ങനെ ചാർജ് ചെയ്യാമെന്ന്. അപ്പോൾ എത്ര സിമ്പിളാണ്, ആർക്ക് വേണമെന്നിട്ട്. ഇപ്പോൾ നമ്മളിത് ഫുൾ ചാർജായി. അപ്പോൾ ഞാൻ 1500 റുപ്യാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ ബാക്കി എമൗണ്ട് ബാലൻസ് ഇപ്പോൾ തന്നെ വന്നോ, മെസ്സേജ് വന്നോ എനിക്ക് വിത്തിൻ സെക്കൻഡ്സിൽ എത്രയായി? 158 രൂപ തിരിച്ചു കയറി. കണ്ടോ, ബാലൻസ് എമൗണ്ട് അപ്പം തന്നെ തിരിച്ചു കയറി. 1500 രൂപയാണ് ഞാൻ ഇട്ടത്. ഇതിൽ ഏകദേശം 20% ചാർജ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അതും ചില ആൾക്കാർക്ക് ഒരു സംശയമുണ്ട്. ഈ മഹേന്ദ്രേൻ്റെ വണ്ടി, അതായത് 653 റേഞ്ച് കിട്ടണത് ഇപ്പോൾ 80% ചാർജ് ചെയ്യാനായിട്ട് എനിക്ക് വന്നത് 1300 സംതിങ് അല്ലേ, 1300 സംതിങ് ആണ് ഇപ്പോൾ ചാർജിങ്ങിനായത്. റേഞ്ച് ഏകദേശം 600 കാണിക്കുന്നുണ്ടാവും, പക്ഷെ നമുക്കൊരു 500 എന്തായാലും കിട്ടും. അപ്പോൾ എന്തായി കഴിഞ്ഞാൽ ഇതിനൊന്നും ഇനി കൂടുതൽ ടെൻഷൻ അനുഭവിക്കേണ്ട ആവശ്യമില്ല. EV ഒക്കെ ഓരോ ദിവസം കഴിയുന്തോറും ഓരോ സാധനം ഇങ്ങനെ അപ്ഡേറ്റ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫുള്ള് യാത്രയല്ല കേട്ടോ. ഞങ്ങൾക്ക് ഫുള്ള് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇതേപോലെ ഒരു റെസ്റ്റ് എടുക്കണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് EV ആയതുകൊണ്ട് അമ്മത് അതേപോലെ സുഖമായിട്ട് കിടന്ന് റെസ്റ്റ് എടുത്ത് അമ്മ ഉറങ്ങണം. ഞാൻ ചെറിയ സ്നാക്സും ചായ കഴിച്ച് നല്ല അടിപൊളി ചാർജിങ് സ്റ്റേഷനാണ്. അതിവിടെ ഏകദേശം 97 ഒരു 10 മിനിറ്റും കൂടി നിന്നാൽ നമ്മളത് 100% ചാർജായി. 100 കഴിഞ്ഞാൽ നമുക്കൊരു 550 കിലോമീറ്റർ എന്തായാലും കൺഫേം ആയിട്ടും കിട്ടും. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് യാത്ര ചെയ്യാം. അപ്പോൾ ഫുള്ള് യാത്രേൻ്റെ ഇടയിൽ കിട്ടണ ഈ ചാർജിങ് ഉണ്ടാവുകൊണ്ട് അത് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. കാരണം കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് കിട്ടണത് ഈ ഒരു വണ്ടി ചാർജ് ചെയ്യണ സമയത്താണ്.